அன்னைக்கு அங்கே அடிபட்டது தான் சார் காலில். இந்த ட்ரீட்மெண்ட்டுக்காக பெங்களூர் வந்தேன் சார். எனக்கு இந்த ராஜீவ்காந்தி கேஸுக்கு எந்த சம்மந்தம் இல்லை சார். நான் அப்பெல்லாம் நினச்சேன் அவள் பண்ணுறது தப்புண்டு. ஆனால் இப்போ தான் தெரியுது எல்டிடி பண்ணுறது கரெக்டுண்டு. அது உனக்கு தான் கரெக்ட், எனக்கு இல்லை. உன்ன மாதிரி சிங்கள திங்காரங்களை காப்பாற்றுறதுக்காக நாங்கள் அங்கே വന്നോ. അപ്പം നിങ്ങൾ ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. LTT കാർ മുഴുവൻ ഇന്ത്യൻ ആർമി ക്യാമ്പിലായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? യെസ്. ദെൻ 15 ദിവസം കൊണ്ട് എല്ലാം അവസാനിച്ചു. നിങ്ങളെ 16 ടോപ്പ് ലീഡേഴ്സ് ജാഫ്ന പോർട്ടിൽ സൈനഡ് കഴിച്ച് മരിച്ചു. IPKF അല്ലല്ലോ അവരെ കൊന്നത്. ആരെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചോ? ഇല്ല. ശ്രീലങ്കൻ UNP കളിച്ച കളി IPKF LTT കൂടെ അടിക്കാൻ. And they won the bet. അതിന്റെ സത്യാവസ്ഥ പോലും അറിയാൻ ശ്രമിക്കാതെ നിങ്ങൾ ഞങ്ങളെ നേരെ ആയുധം എടുത്തു. ആയിരക്കണക്കിന് ഇന്ത്യൻ പട്ടാളക്കാരെ നിങ്ങൾ കൊന്നു. യെസ്, ഇന്ത്യൻ ആർമി കൈ പിന്നിൽ കെട്ടി തിരിച്ചടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ നിങ്ങൾ ഒരു പ്രൊപ്പഗാൻഡ അടിച്ചിറക്കി. നിങ്ങളുടെ അമ്മപകന്മാരെ ഞങ്ങൾ മാനഭംഗപ്പെടുത്തിയത്. ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായെന്നവരാ. അതിന് 10-15 വർഷം കഠിന തടവ് കൊടുത്ത ചരിത്രമേ ഇന്ത്യൻ ആർമിക്കുള്ളൂ. അതിന്റെ പേരിൽ മുഴുവൻ പട്ടാളക്കാരെയും കുറ്റപ്പെടുത്തരുത്. சார் நான் எப்போ சொன்னேன் சார்? இதெல்லாம் என்னத்துக்கு என்னட்ட சொல்றீங்க? നീയും നിന്റെ ഓർഗനൈസേഷനും അത് അറിയണം. അന്ന് രാജീവ് ഗാന്ധി IPKF-നെ അങ്ങോട്ട് അയച്ച് നിങ്ങളുടെ പ്രശ്നം തീർക്കാനാ. അന്ന് IPKF അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അമേരിക്കൻ ആർമി പാകിസ്ഥാൻ എയർഫോഴ്സിനെ കൊണ്ട് അവിടെ ഒരു എയർബേസ് ഉണ്ടാക്കുമായിരുന്നു. And that would have been a threat to my country. And Sri Lanka never wanted IPKF to be there. അതുകൊണ്ടാണ് ഒരു ശ്രീലങ്കൻ നേവിക്കാരൻ പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ പിടിലേക്ക് അടിച്ചത്. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും നിങ്ങളോട് സഹതാപമേ ഉള്ളൂ. പക്ഷെ നീയൊക്കെ ചെയ്തത് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചിരുന്ന മഹാനായ ഒരു നേതാവിനെ നിർദാക്ഷിണ്യം കൊന്നു. നിങ്ങൾ ഈ ചെയ്ത ക്രൂരകൃത്യത്തിന് എന്തെങ്കിലും നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും, മാപ്പിരക്കേണ്ടി വരും. As far as me, like a commando is concerned, ഏതെങ്കിലും ഒരാളെ പാക്ക് ചെയ്ത് ഇന്ത്യയുടെ എനിമി എന്ന് സ്റ്റാമ്പ് ചെയ്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ അതിനകത്തിരിക്കുന്നത് എന്റെ അച്ഛനാണോ സഹോദരനാണോ മകനാണോ എന്ന് ഞാൻ നോക്കില്ല. I'll just shoot him down. And that's my duty. താനും മിരേഷുമായിട്ടുള്ള ബന്ധം എനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ സിസ്റ്റം അതിനൊരു വിലയും കൊടുക്കില്ല. What system are you talking about, sir? രാജീവ് ഗാന്ധി മരിച്ച ദിവസം മെയ് 21 വൈകുന്നേരം 4 മണിക്ക് കൊളംബോയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ആരോ വിളിച്ചു ചോദിച്ചിരുന്നു രാജീവ് ഗാന്ധി ജീവനോടെ ഉണ്ടോ എന്ന്. യെസ് സർ, ഇന്ത്യൻ എംബസിയിലെ ആ ഓഫീസർ അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് വിവരം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ രാജീവ് ഗാന്ധി ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. സർ, ആ ഓഫീസറും സാർ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. യൂണിഫോം ഇട്ടതുകൊണ്ട് മനുഷ്യത്വം മറക്കണമെന്ന് നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സർ? ഐ റിക്വസ്റ്റ് യു ടു കൺസിഡർ ദിസ് കേസ്. ഞാൻ അറിഞ്ഞ മരേഷ് നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. അവന്റെ സിറ്റുവേഷനാണ് അവനെ ഈ നിലയിലെത്തിച്ചത്. ബട്ട് ശിവ, അവനിന്ന് രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതിയാണ്. അല്ല സർ, അവൻ ശ്രീലങ്കൻ യുദ്ധത്തിൽ പരിക്ക് പറ്റി ചികിത്സയ്ക്ക് വന്ന ഒരാളാണ്. അവനെ പോലെ ആയിരക്കണക്കിന് LTT-കാർ ഇവിടെ ഉണ്ട്. അവരെല്ലാം കേസിൽ പ്രതിയാക്കാൻ പറ്റുമോ? തനിക്കിപ്പോ എന്താ വേണ്ടത്? മിറേഷിന്റെ മണ്ഡപം അഭയാർത്ഥി ക്യാമ്പിലേക്ക് അയക്കുക. അവൻ അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങട്ടെ സർ. ഓക്കേടോ, ഞാൻ ചെയ്യാം. താങ്ക് യു സർ. മിരേഷ്, எல்லாத்துக்கும் நன்றி சார். என் உயிரையே திருப்பி கொடுத்துருக்கீங்க. இந்த புது வாழ்க்கையிலே உன்னை நேசிக்கிறதுக்கு நிறைய பேர் இருப்பாங்க. அதெல்லாம் எனக்கு தெரியாது சார். ஆனால் என் மனசில் எப்போ நீங்கள் இருப்பீங்க சார். எப்போது முடிஞ்சா என்னை வந்து பார்ப்பீங்களா சார்? மிரேஷ், சார் இல்லை, நான் ஒன்று வச்சிருக்கேன். அது உயிரை எடுக்கிறதுக்குடா, கொடுக்கறதுக்கு இல்லை. அதில் உனக்கு தேவையில்லை, இங்கே வச்சிரு. இது என் ஞாபகம் என் வாழ்க்கையில் எப்போ இருக்கக்கூடாது சார். ശ്രീലങ്കയിൽ നിന്ന് ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്നവരെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നു. എവിടെയാ സ്ഥലം? സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിലാ, മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിൽ. അവിടുത്തെ ഒരു വില്ലേജ് ഹെഡ്മാൻ പറഞ്ഞത് സിനിമാ ഷൂട്ടിങ്ങിനാണെന്നും പറഞ്ഞ് 1-2 വീട് അവർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ശിവരശനം ഗ്രൂപ്പും അവിടെ ഇല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാ പോലീസിനെ അയച്ചത്. ഗുഡ് മോർണിംഗ് സർ. ചെമ്പയ്യ, റെയ്ഡ് കഴിഞ്ഞു? കഴിഞ്ഞു സർ. എത്ര പേരുണ്ടായിരുന്നു? 17 സർ. അവരെ എങ്ങോട്ട് കൊണ്ടുപോയി? ഒരു 12 പേര് സൈനൈഡ് കളിച്ച് സ്പോട്ടിലേ മരിച്ചു പോയി സാർ. ഒരു 5 പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് സാർ. ഒന്നും രക്ഷപ്പെടാൻ തോന്നില്ല സാർ. തന്നെയൊക്കെ വിട്ട് ഇതിനാണോ ഫൂൾ? തനിക്ക് ഒരാളെങ്കിലും പിടിക്കാൻ കഴിഞ്ഞോ?
താനെയൊക്കെ വിട്ട എന്നെ വേണം. രാമലിംഗൻ സാർ പ്ലീസ്, ഇനിയെങ്കിലും കമാൻഡോസ് പോകേണ്ട ഏരിയയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനല്ലാതെ പോലീസുകാരെ അയക്കരുത്. സോറി രാജു. തനിക്ക് എന്തെങ്കിലും എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ലായിരുന്നു സാർ. കുറച്ച് പഞ്ഞിയും മരുന്നും കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നല്ലോ. സാർ എനിക്കൊരു ബുക്ക് ഇട്ടിട്ടുണ്ട് സാർ. എന്ത് ബുക്കാ? അതുകൊണ്ടല്ലേ സാർ പലചരക്ക് സാധനങ്ങൾ കണക്കിലെന്നതാ. നോക്കട്ടെ. അഞ്ജനേപ്പ കെമ്പനഹള്ളി, ഇതൊരാളുടെ പേര് സ്ഥലമല്ലേ സാർ? ആ, പക്ഷേ അതിപ്പോ നമ്മുടെ നാട്ടിൽ KK നായർ പാലക്കാട് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. രവി സാർ, കെമ്പനഹള്ളിയിലുള്ള സകല അഞ്ജനേപ്പന്മാരെയും പോക്കണം. ഐ തിങ്ക് ദിസ് പേഴ്സൺ ഇസ് റിലേറ്റഡ് ടു ദാറ്റ് സുരേഷ് മാസ്റ്റർ ഹു ഈസ് ദ കെയർ ടേക്കർ ഓഫ് LTT സിഞ്ചൂഡ് കേഡേഴ്സ്. അഞ്ജനേപ്പ വീടുകൾ വാടക കൊടുക്കുന്ന ഏതെങ്കിലും ബ്രോക്കർ ആവാൻ സാധ്യതയുണ്ട്. അയാളെ ട്രേസ് ചെയ്ത് പിടിക്കാൻ സാധിച്ചാൽ തമിഴ്മാർക്ക് ആർക്കെങ്കിലും റീസെന്റ് ആയിട്ട് വീട് വാടക കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ನೀನೇ ರಂಗನಾಥ ಹೆಂಡಿದೆ? ಹೌದು ಸರ್. ನೀವು ಹೇಳಿರೋದೆಲ್ಲ ಸರಿ ಇಲ್ಲವಾ? ಹೌದು ಸರ್. ಅವರ ಶಿವರಸನ್ ಅಂತ ಮೊದಲು ನನ್ಗೆ ಗೊತ್ತಿಲ್ಲ ಸರ್. ಅವರ ಶಿವರಸನ್ ಅಂತ ಗೊತ್ತಾದ್ಮೇಲೆ ಸೇರಿಲ್ಲ ಅಂತ ಹೇಳ್ದೆ ಸರ್. ನನ್ಗೆ ಹಾಸ್ಮ ಆಗಿದೆ ಸರ್, ಅದು ಜಾಸ್ತಿ ಆಯ್ತು ಅಂತ ಅವ್ರ ಹತ್ರ ಹಾಸ್ಪಿಟಲ್ ಹೋಗ್ಬೇಕು ಅಂತ ಹೇಳ್ದೆ ಸರ್. ಇಷ್ಟೇ ಸರ್ ನಡೆದಿದ್ದು. ಸರ್, ಕೃಷ್ಣಗೌಡ ಕರೆಕ್ಟ್ ಜಾಗನ ತಿಳ್ಕೊಂಡಿದ್ಯಾ? ಜಾಗ ನನಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತು ಸರ್. ಕೊಣಾನ ಕೊಂಡಲ್ಲಿ ಇರುದು. ಹಾಗಾದ್ರೆ ಬಾ ಬೇಗನೆ ಹೋಗೋಣ. ಸರ್, ನಿಮ್ಗೆ ಇವ್ರ ಹತ್ರ ಬೇರೆ ಅದನ್ನ ಕೇಳ್ಬೇಕಾಗದ್ಯಾ? ನಾನು ಕೇಳ್ಬೇಕಾಗಿರೋದು ಇವ್ರ ಹತ್ರ ಅಲ್ಲ, ಅವನ ಹತ್ರ, ಶಿವರಾಸನ ಹತ್ರ. ಈ ಗೌಡ ಅವನ ಹಿಡ್ಕೊಂಡ್ ಬಂದು ನಾನ್ ಯಾರನ್ನೋದ್ರ ತೋರಿಸ್ತೀನಿ. CBI ಮುಂದೆನೆ ನನ್ನ ಅವಮಾನ ಮಾಡಿದ ಕಮಿಷನರ್ ಮುಂದೆನೆ ನಾನು ದಿಲ್ದಾರಾಗಿ ನಡಿಬೇಕು. ಶಿವರಾಸನ್ ಜೊತೆ ನಾನಿರೋ ಫೋಟೋ ನಾನ್ ನೋಡ್ಬೇಕು, ನಾಳೆ ಪೇಪರ್ ನಲ್ಲಿ ನೋಡ್ಬೇಕು. ರಾಜೀವ್ ಗಾಂಧಿ ಕೊಲೆಗಾರನ ಕಂಡಿಡಿದಿರೋರು ಚೆಂಬಯ್ಯ ಸ್ಟೀಮ್ ಅಂತ ನಾಳೆ ಜನ ಹೇಳ್ಬೇಕು. ನಾನು ಕಮಿಷನರ್ ಹತ್ರನೇ ಫೋನ್ ಮಾಡಿ ಹೇಳಿದೀನಿ, ಆ ಜಾಗನ ನೋಡ್ಕೊಂಡು ಬರ್ತೀನಿ ಅಂತ. ಓಕೆ, ಎಲ್ಲ ಗಾಡಿ ഹാ ചിക്കൻ. Take the call. അടുത്ത് Sir, call for you, sir. ഹലോ, മേജർ ശിവറാം ഹിയർ. സാർ ശരി സാർ, ഞങ്ങൾ ഉടനെ പുറപ്പെടുകയാണ് സാർ. ഓക്കെ ബോയ്സ്, ദ വെയിറ്റ് ഈസ് ഓവർ. Shivarathan is cornered. Come on, we are on the move. Go. ശിവ, Yes. എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഡോക്ടർ, യേശുക്രിസ്തുവിന് ഒരു അവസാനത്തെ അത്താഴമെങ്കിലും ഉണ്ടായിരുന്നു. പട്ടാൾക്കാരന് അതുപോലുമില്ല. Come on, get going. Move. ഇവരുടെ ഹസ്ബൻഡ് രംഗനാഥനാണ് ശിവരാശൻ ഗ്രൂപ്പിന് ഒരു ടെമ്പററി ഷെൽട്ടറായി ആദ്യം വീട് വാടകയ്ക്ക് കൊടുത്ത്. പക്ഷേ ഇപ്പൊ ശിവരാശൻ ഉള്ളത് കൊനാനക്കൊണ്ടയിലെ ഒരു വീട്ടിലാണ്. ഇറ്റ്സ് അനദർ ഹൈഡ് ഔട്ട്. ചെമ്പയ്യ ആ വീട് ലൊക്കേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ಕೊನನಕೊಂಡ ಮನದಲ್ಲಿ ಎಷ್ಟು ಜನ ಇದ್ದಾರೆ? 7 ಜನ. ಇಲ್ಲ ಸರ್, 8. ಶಿವರಸನ್ ಮೇಲೆ ಬೇರೆ ಯಾರು ಇದ್ದಾರೆ? ನಮ್ಮನ್ನ ಮೊದಲು ಇನ್ವಾಲ್ವ್ ಮಾಡಿಸಿದ್ದು ಸುರೇಶ್ ಮಾಸ್ಟರ್, ಆಮೇಲೆ ಶುಭಾ, ನೇರು, ರಂಗನ್, ಅಮ್ಮನ್, ಆ ಒಂದು ಡ್ರೈವರ್ ಕೂಡ ಇದ್ದಾರೆ ಸರ್. ನೀನ ಒಂದು ಲೇಡಿ ಕೂಡ ಬಂದಿದ್ರು, ಅವ್ರ ಹೆಸರು ಜಮುನಾ ಸರ್. ಈ ಹೇಳಿನ ಎಲ್ಲಾರು ಇವಂದು ವೆಳ್ಳಿಗೆ ಹಳ್ಳಿ ಇರುವುದು. ರಂಗನ್ ಬಂದು ಕೆಲವು ಟೈಮ್ನಲ್ಲಿ ಇರಲ್ಲ ಸರ್. ಯಾಕಂದ್ರೆ ಅವ್ರ ಗಾಡಿ ತಗೊಂಡು ಹೊರಗಡೆ ಹೋಗಿರ್ತಾರೆ. ಅವ್ರು ತಿರುಗು ಬಂದಿಲ್ಲ ಅಂದ್ರೆ ಇವರು ಯಾರು ಹೊರಗಡೆ ಹೋಗಕ್ಕೆ ಸಾಧ್ಯತೆ ಇಲ್ಲ ಸರ್. ಅವ್ರ ಕೈಯಲ್ಲಿ ಯಾವ್ದು ವೆಪನ್ಸ್ ಇರೋದು? ಕೋಳಿ ರೆಕ್ಕೆ ತರ 2-3 ರೈಫಲ್ಸ್ ಅವ್ರ ಕೈಯಿನಲ್ಲಿ ಇದೆ ಸರ್. ಆಮೇಲೆ ಶಿವರಸನ ಹತ್ರ ಚಿಕ್ಕದ ಒಂದು ಗಣ್ಣು ಕೂಡ ಇದೆ ಸರ್. സോ ദാറ്റ് ഇസ് AK-47 ആൻഡ് എ പിസ്റ്റൾ. ടെന്നി സർ, ഈ സ്ത്രീയുടെ ആ വീടിന്റെ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് മേക്ക് എ സ്കെച്ച് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഇഫ് പോസിബിൾ ആൻ ഏരിയൽ വിഷൻ ഓൾസോ. ഓക്കെ ജെന്റിൽമെൻ, ദിസ് ഈസ് അവർ ടാർഗറ്റ് ഹൗസ്. സർ, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടോ? അവിടുത്തെ പാൽക്കാർ വഴി നമുക്ക് അവരെ സെഡേഷൻ ചെയ്ത് പിടിക്കാൻ പറ്റില്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെ മണ്ടന്മാരല്ലവരെ. ദേ ആർ വെരി ഇന്റലിജന്റ് പീപ്പിൾ. പാല് കുടിക്കണമെങ്കിൽ തന്നെ എത്ര പേരുണ്ടായിരുന്നാലും ശരി ആദ്യം ഒരാൾ കുടിച്ചു നോക്കും. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യും, അതിനുശേഷം മറ്റുള്ളവർ കുടിക്കും. ബട്ട് ശിവ, നമുക്ക് ഗ്യാസ് ഉപയോഗിച്ച് അവരെ ബോധം കെടുത്തിക്കൂടെ? ദാറ്റ്സ് നോട്ട് പോസിബിൾ സർ. എല്ലാവർക്കും ഒരേ റെസിസ്റ്റൻസ് പവർ അല്ല. എല്ലാവരും ഒരേ സമയത്ത് ബോധം കെട്ടണമെന്നില്ല. ആരെങ്കിലും ഒരാൾ ബോധം കെട്ടാൽ ദേ വിൽ ഗെറ്റ് അലർട്ട്. ഒന്നുകിൽ അവർ സൈനൈഡ് കഴിച്ച് മരിക്കും, ഓർ ദേ വിൽ കിൽ ഈച്ച് അതർ. അതുകൊണ്ട് നമുക്ക് അവരുടെ ജീവനോട് പിടിക്കാൻ പറ്റും. സോ ദ ഓൺലി പോസിബിൾ വേ ഈസ് എ കമാൻഡോ ഓപ്പറേഷൻ. സോ ദിസ് ഈസ് അവർ ടാർഗറ്റ് ഹൗസ്. ഈ വീടിന്റെ തൊട്ടടുത്ത് ഒരു വീട് കൂടെയുണ്ട്. ആ വീട്ടിൽ ആൾ താമസം ഉള്ളതാണ്. ഈ റോഡിന് മെയിൻ റോഡുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ഹൗസ് ഒരു ടേണിംഗ് ഉണ്ട്. വി ക്യാൻ അപ്രോച്ച് ഫ്രം ഹിയർ. ഈ വീട് നമുക്ക് നമ്മുടെ കവറിംഗ് ഹൗസ് ആയിട്ട് ഉപയോഗിക്കാം. നൗ ആസ് പെർ ദ ഇൻഫർമേഷൻ
ഈ ടാർഗറ്റ് ഹൗസിന്റെ ടെറസിൽ നിന്ന് താഴേക്കുള്ള വാതിലിൽ there is a window this side and this side. ഇത് കിച്ചൺ ഡോറാണ്. Now gentlemen, we have two options. Hit number 1, ഈ വീടിന്റെ മുകളിൽ നിന്ന് ലാഡർ ഉപയോഗിച്ച് കീപ്പ് എ ലാഡർ ടാർഗറ്റ് ഹൗസിന്റെ ടെറസ് ഡോറിന് സമീപം പൊസിഷൻ എടുക്കണം. എന്റെ അണ്ടറിലുള്ള ഹിറ്റ് നമ്പർ 2 ഈ സൈഡിൽ കൂടി പോയി ഡീകോർ ചെയ്ത് ഈ കോർണറിൽ കൂടി അപ്രോച്ച് ചെയ്യും. ബിക്കോസ് ഈ വീടിന്റെ പുറകുവശത്തും ഈ സൈഡിലും വിൻഡോ ഇല്ല. ഹിറ്റ് നമ്പർ 3 will cover from here. അതേ കോർണറിൽ പോയി കവറിംഗ് പൊസിഷൻ എടുക്കും. Give the covering time just in case required. ഈ വീടിന്റെ സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ ശിവരശൻ ഉൾപ്പെടെ 7 പേരും ഒരേ മുറിയിൽ ഒരുമിച്ചിരിക്കാനേ സാധ്യതയുള്ളൂ. നമ്മുടെ മൂവ്മെന്റ് അറിഞ്ഞാൽ തന്നെ അവർ നമ്മുടെ ഫ്രണ്ട് ഡോർ വഴിയെ പ്രതീക്ഷിക്കും. Now we all ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പൊസിഷൻ എടുത്തതിന് ശേഷം ബാക്ക് ഡോറും ടെറസ് റോഡും ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ വി ഗോട്ട് പ്രിസൈസ്ലി 3 seconds. കാരണം എക്സ്പ്ലോഷന്റെ സൗണ്ടിൽ സ്റ്റണ്ണായി പോയെന്ന് അവർക്ക് 3 seconds ബോധം നഷ്ടപ്പെട്ടിരിക്കും. ഈ 3 സെക്കൻഡിൽ നമുക്ക് ചെയ്യാനുള്ളത് അകത്ത് കയറി അവർ സൈനൈഡ് കഴിക്കാതെ ഓവർ പവർ ചെയ്യുക, ഫയർ ചെയ്താൽ കൗണ്ടർ ഫയർ ചെയ്യുക വിതൗട്ട് കില്ലിംഗ്. മൈൻഡ് യു, വിതൗട്ട് കില്ലിംഗ്. നൗ ലെറ്റ്സ് മൂവ് ദെൻ. "60 seconds from now to start the mission. Set your watches."